അപ്പോൾ വീണ്ടും നമുക്കൊരു മുതൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നൊന്നര മുതൽ തന്നെയാണ്, ഫോർച്യൂണർ 2011 മുതൽ. അപ്പോൾ വണ്ടി വിൽക്കാനുള്ള വണ്ടിയല്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് വിൽക്കാനുള്ളതാണോ, മോഡൽ എത്ര റേറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിൽക്കാനുള്ളതല്ല, നമുക്ക് വർക്കിനൊന്നൊരു വണ്ടിയാണ്. ഹായ്, ഇറ്റ്സ് മീ ഷമീർ കോയ്സൻ ഫ്രം F&F മോട്ടോർസ്പോർട്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോയും പറഞ്ഞൊരു കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് മണ്ണാർക്കാട് ഭാഗത്തു നിന്നാണ്. നമ്മൾ വണ്ടിൻ്റെ ഓണറെ കണ്ടില്ല, പുള്ളിക്കാരൻ ഇവിടെ എത്തിച്ചെന്നാണ് കേട്ടോ. അപ്പോൾ വണ്ടിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് 1 വണ്ടിനെ ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് എക്സ്റ്റീരിയറിലും അതേപോലെ തന്നെ ഇൻറ്റീരിയറിലും നമുക്ക് മാറ്റാനുണ്ട്. അപ്പോൾ എന്താണ് ടൈപ്പ് 1, എന്താണ് ടൈപ്പ് 2? ഇത് നമുക്ക് ഫോർച്യൂണർ ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയ വണ്ടികളാണ് ടൈപ്പ് 1. അപ്പോൾ 2012 വരെ ഏകദേശം ടൈപ്പ് 1ലാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം 2013 മുതൽ ടൈപ്പ് 2 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ടൈപ്പ് 2 ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നോവ ആയാലും ഫോർച്യൂണർ ടൈപ്പ് 1 ടൈപ്പ് 2ലേക്ക് മാറ്റാനും നമുക്ക് അനായാസം സാധിക്കും. ഒരുപാട് വണ്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് മാറുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുപാട് വണ്ടി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നമ്മളെ ഫ്രണ്ട് ബോണറ്റ് നമ്മൾ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ബോണറ്റിൽ വരുന്ന സ്കൂപ്പ് കണ്ടോ, ഈ സ്കൂപ്പ് ഇച്ചിരി കൂടെ ഒന്ന് വലുതാവും, അതും നമ്മൾ മാറും. പിന്നീട് നമ്മളെ ഹെഡ് ലാമ്പ് നമ്മൾ മാറും. അതേപോലെ തന്നെ നമ്മളെ ഒരു ഗ്രില്ല് കണ്ടോ, ഒരു ഗ്രില്ല് കുറച്ചും കൂടി വലിയൊരു അട്രാക്റ്റീവ് ഗ്രില്ലാണ് നമുക്ക് ടൈപ്പ് 2 വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രില്ലും മാറും. അതേപോലെ തന്നെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് ബമ്പറാണ്. ഫ്രണ്ട് ബമ്പർ നമ്മൾ മാറുന്നുണ്ട്. ഫോഗ് ലാമ്പിന് ഏകദേശം ഈ ഒരു ലുക്ക് തന്നെയാണ് ടൈപ്പ് 1നും ടൈപ്പ് 2ലും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻസാണ് നമ്മൾ മാറുന്നത്. അതേപോലെ തന്നെ 2 ഫ്രണ്ടേഴ്സ് നമ്മൾ മാറുന്നുണ്ട്. ലെഫ്റ്റ് സൈഡും അതേപോലെ തന്നെ റൈറ്റ് സൈഡും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടേഴ്സ് നമ്മൾ ഈ ഒരു ടൈപ്പ് 2ൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡ് പോർഷനിലേക്ക് വരുന്ന ഫ്രണ്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടറും അതേപോലെ തന്നെ ഫ്രണ്ടറിൽ ഈ വരുന്ന ഒരു ആർച്ചസും നമ്മൾ റീപ്ലേസ് ചെയ്യും. കാരണം ടൈപ്പ് 2നെ സംബന്ധിച്ച് ഫ്രണ്ടർ മാറുമ്പോൾ നമ്മളൊരു ആർച്ചിലും നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. മിറേഴ്സ് നമ്മൾ മാറ്റുന്നില്ല, കാരണം വണ്ടിയിൽ ഓൾറെഡി ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിറേഴ്സ് ആണുള്ളത്, നമ്മൾ മാറ്റുന്നില്ല. ഇൻഡിക്കേറ്റർ ചിലപ്പോൾ നമ്മൾ വിത്ത് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ വിത്തൗട്ട് ഇൻഡിക്കേറ്റർ കിറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ വിത്തൗട്ട് ഇൻഡിക്കേറ്ററാണ് നമ്മൾ ചെയ്യാറ്. പിന്നീട് സൈഡിൽ ഓൾറെഡി നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടിയിൽ നമ്മൾ ആ ഒരു ക്ലാഡിങ്, നമ്മളൊരു ഫോർച്യൂണർ ഡോർ ക്ലാഡിങ് ഓൾറെഡി 4 സൈഡിലും അതായത് 4 ഡോറിലും നമുക്കുണ്ട്. അപ്പോൾ നമുക്കതിൽ വലിയൊരു മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നീട് നമ്മൾ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്, അതിലും നമ്മൾ കാര്യമുള്ള മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. പിന്നീട് മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളെ എലോയ്സ് ആണ്. എലോയ്സ് ചിലപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതൊരു ബ്ലാക്കിലേക്കോ അല്ലെങ്കിൽ ഗൺമെറ്റൽ ഗ്രേയിലേക്കോ. കാരണം നമ്മുടെ വണ്ടിൻ്റെ ഓണേഴ്സ് നമ്മളോട് ചോദിച്ചു നമുക്ക് എന്ത് മാറ്റമാണ് വരുത്താൻ പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് മാറ്റം നമുക്ക് എന്തെങ്കിലും അലോയ് മാറ്റുക എന്നുള്ള ഓപ്ഷനാണുള്ളത്. സെക്കൻഡ് ചോയ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് പെയിൻറ്റിങ്ങിലോട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് പോർഷനിൽ വന്നിട്ട് നമുക്ക് ബമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യണം. കാരണം ഇത് ടൈപ്പ് 1ൻ്റെ ബമ്പറാണ്, ടൈപ്പ് 2 ചെയ്യണം. പക്ഷേ ടൈലാമ്പ് ഓൾറെഡി അവർ ടൈപ്പ് 2ൻ്റെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മളെ ലാൻഡ് ക്രൂസർ ടൈപ്പ് ആട്ടോ LC ടൈപ്പ് ബമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈലാമ്പ് മാറ്റേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഒരു ഡിക്കി പട്ടി ഉണ്ട്, അത് കാർബൺ സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ ഒരു ഡിക്കി പട്ടിയും അതേപോലെ തന്നെ മാറ്റണം. നമ്പർ പ്ലേറ്റ്സും ചിലപ്പോൾ നമ്മൾ വർക്ക് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ചേഞ്ച് ആക്കും. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങൾ നമുക്ക് ബാക്ക് പോർഷനിൽ ചെയ്യാനുണ്ട്. പിന്നീട് നമ്മൾ ഇന്റീരിയർ ആട്ടോ. അപ്പോൾ ഇന്റീരിയറിൽ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിൻലി നോക്കുകയാണെങ്കിൽ നമ്മളെ സീറ്റാണ് കണ്ടോ. സീറ്റ് നമ്മൾ അന്ന് അവർ ഉപയോഗിച്ച, കാരണം ഈ വണ്ടികൾ പ്രത്യേകത ഉണ്ട്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. വെറും 1,19,000 കിലോമീറ്റർ മാത്രം ഒരു അത്യാവശ്യം ഒരു 90% നീറ്റുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ സീറ്റ് കവർ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ ഗിയർ ബൂട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ ഒരു കൺസോൾ നമ്മൾ ചെയ്യും. പിന്നീട് ഇന്റീരിയർ പെയിന്റിങ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ വലിയ വൃത്തിയോടൊന്നും ആയില്ല, കാരണം നല്ല നീറ്റുള്ള വണ്ടി കേട്ടോ. കാരണം ഹിസ്റ്ററിയും കാര്യങ്ങളായിട്ടാണ് കറക്റ്റാണ്. അതേപോലെ തന്നെ ഡോർ പാഡ് കണ്ടോ, ആ ഡോർ പാഡും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് സീറ്റ്സ് ചിലപ്പോൾ നമ്മൾ കസ്റ്റം ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ സ്കിൻ ഫിറ്റ് സെമി ലെതർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ജസ്റ്റ് നമുക്ക് ബാക്ക് സീറ്റ് കൂടെ നോക്കാം. പിന്നീട് ബാക്ക് സീറ്റ് ഉണ്ടോ, ബാക്ക് സീറ്റ് നമുക്കൊരു 8 സീറ്റർ വണ്ടിയാണ്. നമ്മൾ സാധാരണ നോർമൽ കുറച്ച് കംപ്ലൈൻറ്റ്സ് ആയിട്ടുണ്ട്. അതേപോലെ വണ്ടിക്ക് ഫ്ലോർ മാറ്റ് കണ്ടോ, ഇവർ 4 ഇറക്കി വന്നിട്ട് വണ്ടിയിൽ ഫ്ലോർ മാറ്റ് ഇട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം അവർക്ക് PVC മാറ്റ് അറിയാമല്ലോ എല്ലാവർക്കും, പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രീമിയം ലെതർ മാറ്റ് അവൈലബിൾ ആണെന്ന്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു മാറ്റ് നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യും. പിന്നെ ഉണ്ട് 2 LCD ഒക്കെ കൊടുത്തിട്ടുണ്ട്. LCDൻ്റെ ഈ ഒരു കവറിങ് എല്ലാം പോയിട്ടുണ്ട്. ഇത് നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കണം. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാനിത് നോക്കുന്നത്. അപ്പോൾ ഇതും ചിലപ്പോൾ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാം. വേറെ ഇന്ത്യയിലൊന്നും അധികം മാറ്റമൊന്നും വരുത്താൻ, ജസ്റ്റ് ഇന്ത്യയിൽ മൊത്തം ക്ലീൻ കൂടി ചെയ്യും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു വണ്ടിയിൽ ചെയ്യാനുള്ളത്. മെയിൻലി നോക്കുകയാണെങ്കിൽ നമ്മളെ ടൈപ്പ് ടു കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെ ഇൻറ്റീരിയർ സീറ്റ്സ്, ഫ്ലോറ്, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊരു 15 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള വർക്ക് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ മഴയുണ്ട്, അതേപോലെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. കാരണം മഴ കാരണം ചിലപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിലൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2-3 ദിവസം അങ്ങോട്ടും, അതേപോലെ തന്നെ ഇല്ലെങ്കിൽ ഡയറക്റ്റ് പോകണം ഇങ്ങോട്ടും നിൽക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മറ്റുള്ള അപ്ഡേഷൻസും വർക്ക് നടക്കുന്ന റീൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻസ്റ്റാ പേജിൽ വരും. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെതാ നമ്മളൊരു വണ്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് മാറ്റങ്ങൾ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. വർക്ക് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമുക്കിത് ഫേസ് ലിഫ്റ്റ് വർക്കായിരുന്നു ഫസ്റ്റ്. കാരണം ടൈപ്പ് 1 ആയിരുന്നു നമ്മളൊരു വണ്ടി. അപ്പോൾ നമ്മളത് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ TRD സ്കേർട്ട്, അതേപോലെ ഗ്രില്ല്, അതേപോലെ ഹെഡ് ലാമ്പ്, ഇങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. വർക്ക് ഡീറ്റെയിൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഫേസ് ലിഫ്റ്റാണ്. 1നെ നമ്മൾ 2ലേക്ക് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ മാറുന്ന സാധനങ്ങളൊക്കെ മുമ്പത്തെ ഉള്ളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബോണറ്റ് 2 ഫ്രണ്ട്, അതേപോലെ നമ്മൾ ഈ ബോണറ്റ് സ്കൂപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബമ്പർ, അതേപോലെ ഗ്രില്ല്, ഹെഡ് ലാമ്പ്, ഇതൊക്കെയാണ് നമ്മൾ മാറുക. ശരിയുള്ളിൽ ചെയ്ത മാറ്റം നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തു. അത് ഓൾറെഡി നമ്മൾ ആ ഒരു ബോണറ്റ് ഫ്രണ്ടേഴ്സ് കാര്യങ്ങൾ മാറി. അഡീഷണൽ എക്സ്ട്രാ നമ്മൾ ചെയ്തൊരു വർക്കാണ് നമ്മൾ ആ ഒരു GR ഗ്രില്ല്. കണ്ടോ, ആ ഒരു GRൻ്റെ ഗ്രില്ല്, ആ ഒരു ഗ്രില്ല് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഈ അടുത്ത കാലത്താണ് ഗ്രില്ല് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അതൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്, നമുക്കൊരു മാറ്റ് ഫിനിഷിലാണ് ഇത് വരിക. നമ്മളതൊരു ബോഡി കളറിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 3 LED ഡാനൈറ്റ് LED നമുക്ക് അതിൽ വന്നിട്ടുണ്ട്, ഓറഞ്ച് കളർ. അതേപോലെ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടൊയോട്ടോ എന്നുള്ള ഒരു ലെറ്റേഴ്സ് കണ്ടോ, അതൊരു റെഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഗ്രില്ലിൻ്റെ ആ ലുക്ക് തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. പിന്നീട് നമ്മളൊരു മാറ്റം പറയുമ്പോൾ നമ്മളൊരു ഹെഡ് ലാമ്പാണ് കേട്ടോ. ആഫ്റ്റർ മാർക്കറ്റ് തായ്വാൻ്റെ ഹെഡ് ലാമ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ TRD സ്കേർട്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിലെ ബൾബുകളെല്ലാം നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നോർമലി നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് ബൾബ് എല്ലാം വരിക, നമുക്ക് യെല്ലോ ബൾബ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ബൾബ്സ് നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു സ്കേർട്ടിൽ വരുന്ന DR ഉണ്ടോ, ഇത് വിത്ത് DR, TRD കിറ്റിൽ വിത്ത് DR വരുന്ന ടൈപ്പാണ്. ഇത് DR ഇല്ലാത്ത ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ കണ്ടോ, അത് നമ്മളൊരു ഗൺ മെറ്റൽ ഗ്രേയിൽ നമുക്ക് ആ ഒരു പോർഷൻ മാത്രം നമ്മൾ ആ ഒരു ഗൺ മെറ്റൽ ഗ്രേ കളറിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. സൈഡ് പോർഷൻ നമ്മൾ മാറ്റുന്ന പറയുമ്പോൾ ഫ്രണ്ടറാണ്. ഫ്രണ്ടറിൽ നമ്മളൊരു ഫ്രണ്ടർ ആർച്ച് നമുക്ക് ആ ഒരു ടൈപ്പ് 2 വരുന്നത്. ടൈപ്പ് 1 ആർച്ചസ് ഉണ്ട്, പക്ഷേ ടൈപ്പ് 2ലേക്ക് മാറുമ്പോൾ ആർച്ചസിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റം വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഡോർ വോയിസസ് കണ്ടോ, നമ്മളത് കംപ്ലീറ്റ് നമ്മളൊരു ബോഡി കളർ കണ്ടോ, ക്യാമറ കുറച്ച് അടുത്ത് പിടിച്ച് കാണിച്ചു കൊടുക്കുക കണ്ടോ, നമുക്കത് ആ ഒരു കറക്റ്റ് ബോഡി കളർ, കാരണം ഇതൊരു ഗ്ലാസ് ഫിനിഷ് ആയിരുന്നു, അത് നമ്മൾ ആ ഒരു ബോഡി കളറിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതേപോലെ ഡോർ ഹാൻഡിൽസ്, 4 ഡോർ ഹാൻഡിൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതും നമ്മൾ ആ ഒരു ബോഡി കളറിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങൾ നമ്മളൊരു സൈഡ് പോർഷനിൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ബാക്ക് പോർഷനിൽ വരുമ്പോൾ നമ്മളൊരു TRD കിറ്റിൽ വരുന്ന നമ്മളൊരു സ്പോയിലർ, കാരണം സ്പോയിലറും കിറ്റും നമുക്ക് ABS ആണ്, ഫൈബർ അല്ല. നമുക്ക് ABSലും അതേപോലെ തന്നെ ഫൈബറിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്പോയിലർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. പിന്നീട് നമ്മളൊരു ബേഡ്ജ്, നമ്മൾ ആ ഒരു ക്രോം ആയിരുന്നു, നമ്മളത് ബ്ലാക്കിലേക്ക് ചെയ്തു. പിന്നീട് ഡിക്കിപ്പെട്ടി കണ്ടോ, ഒരു ഡിക്കിപ്പെട്ടി നമുക്ക് നോർമലി നമുക്ക് ബ്ലാക്കാണ് വരിക, നമ്മൾ ക്രോമാണ് വരിക. നമ്മൾ അധിക വണ്ടിയിലും നമ്മളത് ക്രോം ഡിലീറ്റ് ചെയ്ത് ബ്ലാക്ക് ആക്കി. ശരി, വണ്ടിയിൽ നമ്മൾ വിത്ത് ലൈറ്റാണ് ചെയ്യണം, വിത്ത് ഇൻഡിക്കേറ്ററാണ്. ഇത് പാർക്ക്, ബ്രേക്ക്, അതേപോലെ ഇൻഡിക്കേറ്റർ, ഇങ്ങനെ 3 ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡിക്കിപ്പെട്ടി ലൈറ്റ്സ് വരുന്നത്. പിന്നെ ടൈലാമ്പ് നമുക്ക് ഓൾറെഡി വണ്ടിയിൽ ഉണ്ടായിരുന്നു, ഇത് ഒരു LC ടൈപ്പ് ടൈലാമ്പാണ്. അതേപോലെ നമ്മൾ ആ ഒരു ഫോർച്യൂണറിൻ്റെ ആ ഒരു ബേഡ്ജിങ്, ആ ഒരു ലെറ്റേഴ്സ് കണ്ടോ, ആ ഒരു ലെറ്റേഴ്സ് നമ്മൾ ആ ഒരു ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീടുള്ളൊരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ TRD സ്കേർട്ടാണ്. റിയറിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു TRD സ്പോയിലറും അതേപോലെ ടൈലാമ്പും അതേപോലെ തന്നെ TRD സ്കേർട്ടും കൂടെ ഉണ്ടോ. അപ്പോൾ TRD സ്കേർട്ടിൽ നമ്മൾ ചെയ്ത മാറ്റം നമ്മൾ മുന്നിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഗൺ മെറ്റൽ ഗ്രേ പെയിൻറ്റിങ് നമ്മൾ ആ സെൻറ്റർ പോർഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു DR കണ്ടോ, നമ്മളൊരു DR നമ്മളത് സ്കാനിങ് ടൈപ്പാണ്, അതും നമ്മൾ പിന്നിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇൻറ്റീരിയറിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട്. മെയിൻലി നോക്കുകയാണെങ്കിൽ നമ്മൾ സീറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം സീറ്റ് നമ്മൾ കസ്റ്റമർക്ക് ചെയ്തില്ല, നമ്മൾ നോർമൽ സ്കിൻ ഫിറ്റാണ്, നാപ്പ ലെതർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്ലേറ്റ് കണ്ടോ, കാരണം ഒരു പ്രത്യേക ഡിസൈനിലാണ് നമുക്ക് ആ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ ആ ഒരു ഗിയർ ബൂട്ട്, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു കുട്ടി ഗിയർ, അതായത് 4 വീലിൻ്റെ ഗിയർ നോബ് അടക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് കണ്ടോ, നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മളൊരു ഹൈലൈറ്റ് പറയുമ്പോൾ നമ്മളൊരു ഫ്ലോർ മാറ്റ് കണ്ടോ, കുറച്ച് ചളി ഉണ്ട് കേട്ടോ, കാരണം ഇതിൽ കൂടെ കയറിയതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോർ മാറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഡോർ പാഡ് കണ്ടോ, ഡോർ പാഡ് നമ്മൾ സ്പെഷ്യൽ സ്റ്റിച്ചിങ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം സ്ഥിരം നമ്മൾ ലെയിൻസാണ് ഇടാറ്, അപ്പോൾ ഒരു ചെറിയൊരു കട്ടിങ് രൂപത്തിലും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പവർ വിൻഡോൻ്റെ നമ്മളൊരു പാനലും നമ്മളത് ബ്ലാക്കിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളെ ഇൻറ്റീരിയറിൽ വരുന്ന ചെക്ക് പോർഷൻസ് ഫൺ ബ്ലാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ചില പോർഷൻ കണ്ടോ, ഈ ഒരു കൺസോളിൻ്റെ ഈ ഒരു യൂണിറ്റ്, അതേപോലെ സീറ്റ് ബെൽറ്റിൻ്റെ യൂണിറ്റ്, അതേപോലെ കവേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ബ്ലാക്കിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത ഈ ഒരു വർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഓരോ സപ്പോർട്ടും അതാണ് നമ്മളെ എത്ര ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.